ഹലോ, വെൽക്കം ടു ടേസ്റ്റി ട്രീറ്റ്സ്. ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായ ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മളൊരു ലഡു ആണ് ഉണ്ടാക്കാൻ പോകുന്നത്, ബേസൻ ലഡു. ഇത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫെസ്റ്റീവ് സ്വീറ്റ് ഡിഷാണ് നോർത്ത് ഇന്ത്യയിൽ. അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ബേസൻ 1 കപ്പ്, ബേസൻ അല്ലെങ്കിൽ ഗ്രാം ഫ്ലോർ അല്ലെങ്കിൽ കടലമാവ്, പിന്നെ നെയ്യ് 1/4 കപ്പ്, പിന്നെ ഏലക്ക 3 ഏലക്ക പൊടിച്ചതാണിത്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏലക്കയുടെ പൊടി ഉണ്ടെങ്കിൽ അതൊരു 1/4 ടീസ്പൂൺ, പിന്നെ കാഷ്യൂ നട്ട്സ് ഒരു 5-6 എണ്ണം, പിന്നെ പഞ്ചസാര 1/2 കപ്പ് പൊടിച്ചത്. ഇനി നമുക്ക് ഈ ബേസൻ കടലമാവ് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ സ്റ്റൗവിൽ വെച്ചേക്കുവാണ്. ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലോട്ട് നമുക്ക് നമ്മുടെ ബേസിൻ ഇട്ട് കൊടുക്കാം. ബേസിൻ ഫുള്ള് ഞാൻ ഇടുവാണ്. അതിൽ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം നിങ്ങളിത് ഇളക്കി കൊടുക്കണം എപ്പോഴും, അല്ലെങ്കിൽ അത് ചില ഭാഗത്ത് റോസ്റ്റ് ആവും, ചില ഭാഗം റോസ്റ്റ് ആവില്ല. അപ്പോൾ അത് ഈവനായിട്ട് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. ബേൺ ചെയ്ത് പോകാൻ പാടില്ല. അപ്പം നമ്മളിത് ഇളക്കി കൊടുത്ത് കുറച്ചു നേരം കഴിയുമ്പോൾ ഇതിൻ്റെ കളറ് മാറും, പിന്നെ ഇതിൻ്റെ മണവും മാറും, അതിൻ്റെ ആ ഒരു പച്ചമണം മാറും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് റോസ്റ്റ് ആയിട്ടുണ്ട്, നല്ലൊരു മണം വരും. അപ്പം നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ കടലമാവിൻ്റെ കളറ് മാറിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് അൺഈവനായിട്ട് റോസ്റ്റും ആകും, പിന്നെ അത് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. പിന്നെ അധികം ബ്രൗൺ ആവില്ല. ഈ ഒരു ഷെയ്ഡ് വേണം നമുക്ക് കിട്ടാൻ. നല്ലൊരു മണവും വരുന്നുണ്ട്, നേരത്തെ ആ പച്ചമണം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കാടമം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കാടമം ഞാൻ ആഡ് ചെയ്യുവാണ്. ഇത് നിങ്ങൾ എപ്പോഴും ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് ബേൺ ആയി പോകും. പിന്നെ ഇതിൽ ലംസ് ഫോം ചെയ്യാൻ പാടില്ല. അപ്പോൾ ലംസ് എന്തെങ്കിലും ഫോം ചെയ്യുകയാണെങ്കിൽ അതൊന്നിങ്ങനെ പൊട്ടിച്ചു കൊടുക്കണം. അപ്പം ഞാനിതൊന്ന് കാടമം ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. കാടമം ആഡ് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു പ്ലസൻറ്റ് ടേസ്റ്റ് കിട്ടും. ഞാനിപ്പം 3 കാടമം പൊടിച്ചാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാടമം കൂടുതൽ ഇടണമെങ്കിലും ഇടാം, അത് കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ ഞാൻ കാടമം ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗീ ആഡ് ചെയ്യാം. ഗീ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ ലഡുവിൻ്റെ കളർ ഓൾമോസ്റ്റ് ഇതായിരിക്കും. ഗീ ഇങ്ങനെ പാട്ടായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം ഞാൻ 1/4 കപ്പ് ഗീ ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നമ്മളിപ്പം ഇത് വെച്ച് മിക്സ് ചെയ്താൽ അത്രയും പ്രോപ്പറായിട്ട് വരത്തില്ല, ബിക്കോസ് ലംസ് വരും. അപ്പം നിങ്ങളൊരു സ്റ്റീലിൻ്റെ സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. ചൂട് ഒട്ടും കൂടിപ്പോയാൽ പിന്നെ നമ്മുടെ ഇത് ബേൺ ആയി പോകും ലഡു. നമ്മൾ ഗീ ഒഴിച്ച് കഴിഞ്ഞിട്ടും ഇച്ചിരി നേരം ഒന്ന് അത് കുക്ക് ചെയ്യണം. നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എന്നാൽ റോ ടേസ്റ്റ് ഉണ്ടാവാൻ പാടില്ല. പഞ്ചസാര ആഡ് ചെയ്യുന്നതിന് മുന്നേ റോ ടേസ്റ്റ് ഒക്കെ പോകണം. അപ്പം നിങ്ങൾക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം കുക്കാകാൻ വേണ്ടി. ഇതിൽ ഇച്ചിരി ഗീ ഇങ്ങനെ റിലീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ ഒരു നനവ് വരണം, അതുവരെ നിങ്ങൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അത് വരുന്നത് വരെ. അത് വന്നു കഴിഞ്ഞാൽ ലൈക്ക് നമ്മൾ ഇന്നഫ് റോസ്റ്റ് ആയിട്ടുണ്ട്, എല്ലാം മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇതിപ്പം കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. ഗീ ഒക്കെ റിലീസ് നന്നായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പം പിന്നെ നല്ലൊരു മണമുണ്ട്. അപ്പം ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഷുഗർ ഇച്ചിരി ആയിട്ട് ഇട്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ പാത്രത്തിനുള്ള ചൂട് കൊണ്ട് ഈ പഞ്ചസാര മെൽറ്റ് ആയിക്കോളും. നമ്മൾ അതിനു വേണ്ടി ആ പഞ്ചസാര പൗഡർ ചെയ്തിരിക്കുന്നത്. പൗഡർഡ് ഷുഗർ ആണെങ്കിൽ അത് പെട്ടെന്ന് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ ഞാൻ പാർട്ടായിട്ട് ഷുഗർ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക, എന്നിട്ട് മിക്സ് ചെയ്യുക.
ഇനി നമുക്ക് ബാക്കിയുള്ള ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ബേസിൻ അത് തണുക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കാഷ്യൂസ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇച്ചിരി ഗീ ഒഴിക്കുവാണ്. ഇത് ഗീ ഒന്ന് ചൂടാകാൻ വെയിറ്റ് ചെയ്യുക. ചൂടായി കഴിയുമ്പം ഞാൻ കാഷ്യൂസ് ഒന്ന് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ പൊട്ടിച്ചിട്ട കാഷ്യൂസ് ഇതിലോട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്യണമെങ്കിൽ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ റോസ്റ്റ് ചെയ്താണ് എടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടം പോലെ. ചിലവർ ഇതിൽ പിസ്ത ഇടും, റെസിൻസ് ഇടും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട് ഇടാം ഇതിൻ്റെ അകത്ത്. ഞാൻ കാഷ്യൂ മാത്രമേ ഇടുന്നുള്ളൂ. ചിലരെല്ലാം കൂടെ മിക്സ് ചെയ്തിടും. ഇത് ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കാഷ്യൂ ഒക്കെ നല്ല ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇത് ബേണായി പോകാൻ പാടില്ല. ഞാനപ്പോൾ ഇതൊരു പാത്രത്തോട്ട് മാറ്റി വെക്കും. റോസ്റ്റ് ചെയ്തത് ഇവിടെയുണ്ട്. അപ്പം ഞാൻ ഈ ഹോളായിട്ടുള്ള കാഷ്യൂ നട്ട് മാറ്റി വെക്കുക. നമുക്ക് മേളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി നമ്മൾ ക്രഷ് ചെയ്തിരിക്കുന്നതൊക്കെ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുവാണ്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ബോളാക്കാൻ ഒരു നല്ലൊരു ക്വാണ്ടിറ്റി കയ്യിലെടുക്കുക. ഞാൻ വലിയ ബോൾസാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇതാ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചോളും. ഓക്കെ, അപ്പോൾ നമുക്കൊരു റഫ് ബോൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് ഷേപ്പ് കൊടുക്കാൻ ഇങ്ങനെ കൊടുക്കണം. അവിടെ ഷേപ്പ് ആവുന്ന വരെ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അതാണ് ഞങ്ങളൊരു നല്ലൊരു ബോളാക്കിയിട്ടുണ്ട്. ഞാൻ മേളിലൊരു കാഷ്യൂവും കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ നമ്മുടെ ബാക്കി ബേസിനും ബോൾസാക്കി എടുക്കാം. അപ്പം നമ്മുടെ ബേസിൻ ലഡു റെഡി ആയിട്ടുണ്ട്. ഞാൻ സെർവിങ് ഡിഷസിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതൊരു ടൈം കൺസ്യൂമിങ് റെസിപ്പിയാണ്. ഞാൻ ഓൾമോസ്റ്റ് 40 മിനിറ്റ്സ് റോസ്റ്റ് ചെയ്തു. ബിക്കോസ് ഇതിൻ്റെ ഈ ബേസിൻ്റെ റോ ടേസ്റ്റ് പോകാൻ കുറച്ച് സമയം എടുക്കും. അപ്പം നിങ്ങൾ പേഷ്യൻസോടെ വേണം ഇത് ഉണ്ടാക്കാൻ. നമുക്ക് ഈ ലഡ്ഡൂസ് ഉണ്ടാക്കി നിങ്ങൾക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പം ഒരു ദിവസം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ലഡ്ഡു എല്ലാം ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് ഗസ്റ്റ് വരുമ്പോഴോ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കണമെങ്കിൽ അപ്പം കൊടുക്കാൻ പറ്റും. ഞാനിപ്പം എടുത്ത ക്വാണ്ടിറ്റി കൊണ്ട് എനിക്ക് 6 ലഡ്ഡു ആണ് ഉണ്ടാക്കാൻ പറ്റിയിരിക്കുന്നത് ഈ സൈസിൽ. അപ്പം നിങ്ങൾക്ക് എന്തോരം ലഡ്ഡു ഉണ്ടാക്കണ്ടേന്ന് വെച്ചാൽ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി ഡബിൾ ചെയ്യണം. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ പേഷ്യൻസോടെ വേണം ഇത് ചെയ്യാൻ. പിന്നെ ഫുൾ ടൈം നമ്മൾ ഗ്യാസിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരിക്കണം. എപ്പോഴും അത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. അപ്പം എന്തായാലും ട്രൈ ചെയ്തിട്ട് ഞങ്ങളോട് പറയണം ഇതെങ്ങനെ ഉണ്ടായിരുന്നെന്ന്. ഹോപ്പ് യു ആർ ലൈക്ഡ് അവർ എപ്പിസോഡ് ആൻഡ് അവർ റെസിപ്പി. അപ്പം മറക്കണ്ട, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞങ്ങൾ അടുത്ത റെസിപ്പിയായി വരുന്നവരേക്കും താങ്ക് യു.